ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം. ഞാൻ തോറ്റു, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. രാജ് ടോക്കിന് എന്താണ് പ്രശ്നം? രാജ് ടോക്ക് ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ ഒരു സീരിയൽ ആക്ട്രസ് ആണ്. ഈ സീരിയൽ ആക്ട്രസിനെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അധികം ആർക്കും അറിയാമായിരുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും വളരെ സുപരിചിതയായ ഒരു ആക്ട്രസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇവരുടെ പേര് ദിവ്യ ശ്രീധർ എന്നാണ്. ഈ മലയാളികൾക്ക് ഇവർ കൂടുതൽ സുപരിചിതയായത് ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന സീരിയൽ ആക്ടറിനെ ഇവർ വിവാഹം കഴിക്കും. ഇവരുടെ രണ്ടാം വിവാഹമായിരുന്നു അത്. വിവാഹം കഴിക്കുന്ന സമയത്താണ്, ഇവർക്ക് വിവാഹം കഴിക്കുന്ന സമയത്ത് 38 വയസ്സും ക്രിസ് വേണുഗോപാലിന് 49 വയസ്സുമാണ്. പക്ഷേ 49 വയസ്സുള്ള ക്രിസ് വേണുഗോപാലിനെ കണ്ടാൽ അധികം പ്രായം തോന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സീരിയലിന് വേണ്ടി അദ്ദേഹം അങ്ങനെ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ആ രൂപഭേദത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ആ ഒരു ഏജ് വെച്ചിട്ട് സോഷ്യൽ മീഡിയ ഇവർ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയസും ഒക്കെ ഈ ദിവ്യ ശ്രീധറിനെതിരെയും ക്രിസ് വേണുഗോപാലിനെതിരെയൊക്കെ ഒരുപാട് വിമർശനങ്ങളും അനുകൂലനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ യൂട്യൂബേഴ്സ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ഇവരെ അനുകൂലിച്ചും സപ്പോർട്ട് ചെയ്തും ഒക്കെ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ തന്റെ ഇൻസ്റ്റാ പേജിൽ ഈ ദിവ്യ ശ്രീധർ വളരെ സാഡ് മൊമെന്റ് ഒക്കെ വരുന്ന ഒരുപാട് വീഡിയോ, ഒരു 2-3 വീഡിയോസ് ഒക്കെ ഇങ്ങനെ സ്റ്റോറീസ് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പൊ ആ സ്റ്റോറീസ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഒരുപാട് ആ സ്റ്റോറി ഇട്ട വീഡിയോയിലേക്ക് നമുക്കൊന്ന് കാണാം. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം. ഞാൻ തോറ്റു, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ ദിവ്യ എന്ത് പറ്റി, ക്രിസ് ഇങ്ങനെ ചെയ്തുവോ, അടി കണ്ട പോലെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഒരുപാട് കമന്റ്സുകൾ ഇതിനകത്ത് വന്നു. അപ്പോൾ ഈ കമന്റ്സുകൾ എന്ത് പറ്റി, ക്രിസ് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നതിൽ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്നു. പക്ഷെ ഇതിനൊന്നും ഒരു വ്യക്തതയോ കൃത്യതയോ ഒരു മറുപടിയും ഈ ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന ആക്ട്രസ് കൊടുത്തിട്ടുമില്ല. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന രാജ് ടോക്സിലെ രാജ് എന്ന് പറയുന്ന അദ്ദേഹം ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു. ഇങ്ങനൊരു സംഭവം ദിവ്യ ശ്രീധറിന്റെ ഇൻസ്റ്റാ പേജിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരിക്കലും റീച്ച് കൂട്ടരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ദിവ്യ പറയുന്നത് പോലെ ക്രിസ് അടിച്ചിട്ടുണ്ടെന്നോ ഒന്നും ഇദ്ദേഹം തന്റെ വീഡിയോയിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇടയ്ക്കിടയ്ക്ക് റീലുകൾ പോസ്റ്റ് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടുകൂടി പോകുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് റീലുകൾ പോസ്റ്റ് ചെയ്യുന്നു, വളരെ സന്തോഷത്തോടുകൂടി പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. വേറൊരു കേസും കൂടി പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞത് വെക്കാം. പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അതായത് ക്രിസ് വേണുഗോപാല് ദിവ്യയെ തള്ളി എന്നുള്ളതാണ്, അല്ലെ, അടിച്ചു, ഇവർ തമ്മിൽ വേർപിരിയാൻ പോകുന്നു എന്നാണ് നോർമലായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശവും. ഇപ്പം ദിവ്യ എന്ത് പറഞ്ഞാലും ശരി, ഇനിയിപ്പോൾ അങ്ങനെ ആവാതിരിക്കട്ടെ, എനിക്കറിയത്തില്ല, അങ്ങനെ ആണോന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു എല്ലാവരും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ചാനൽ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ഫുൾ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ദിവ്യ തന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നമുക്ക് ആ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കൂടെ ഒന്ന് കാണാം. ചർച്ച ചെയ്ത്, അതായത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത വ്യക്തിക്ക് എതിരെ ഒരു വീഡിയോ ഇട്ടു. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ റീലില്. അപ്പൊ അത് ഒരു രാജ് ടോക്ക് എന്ന് പറഞ്ഞ ഒരു ചാനൽ എടുത്തിട്ടിട്ട് അതിനകത്ത് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ രാജ് ടോക്ക് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ലിങ്ക് ഒന്ന് അയക്കെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. രാജ് ടോക്കിന് എന്താണ് പ്രശ്നം? രാജ് ടോക്കിന്റെ മുതലാളി ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചത് രാജ് ടോക്കിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ. എന്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എന്റെ നെറ്റിയിലോ എന്റെ മുഖത്തോ എന്റെ ശരീരത്തോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടോ എന്നെ ദ്രോഹിച്ചിട്ടോ ഇല്ല. നിങ്ങൾക്ക് ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും എന്ത് ചെയ്യുന്നു? ഇപ്പം രേഖ രതീഷ് കഴിഞ്ഞു, രേണുസുതി കഴിഞ്ഞു, ഇനിയിപ്പം പഴയ സ്റ്റാർട്ടിങ് ഞാനാണല്ലോ ഉണ്ടായത്. അപ്പൊ ഒറിജിനലാണോന്ന്
എന്റെ ധീര എന്ന് പറയുന്ന വെബ് സീരീസ് മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടന് ഒത്തിരി താങ്ക്സ്. ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതായത് ഈ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നല്ലൊരു സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് എന്ന് പറയുന്ന ഈ ആക്ട്രസ് ഈ ദിവ്യ ശ്രീധർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാകും. അപ്പൊ ആ ചർച്ച ഉണ്ടാകുമ്പോൾ അവർ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് അവർ ആ ചർച്ചയ്ക്കായിട്ട് അത് മനഃപൂർവ്വം തന്നെയാണ് അങ്ങനെ ഇട്ടത്. അപ്പോൾ അങ്ങനെ ചർച്ചയ്ക്കായിട്ട് തന്നെ, അതായത് അതൊരു റീച്ചിന് വേണ്ടി തന്നെ അവരിടുമ്പോൾ പിന്നെ ആളുകൾ അതെടുത്ത് റീച്ച് ആക്കുമ്പോൾ ഇതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ മുതലാളിന്നോ അങ്ങനെയൊക്കെയുള്ള അപഹാസ്യമായ രീതിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം അവർക്കത് റീച്ച് ആയിരുന്നു വേണ്ടത്. ഈ സാധനം അവർ ഉദ്ദേശിക്കുന്ന റീച്ചിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്രയും ചർച്ച ചെയ്തതും. ദിവ്യ തന്റെ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ്, രേണു കഴിഞ്ഞു, രേഖ രതീഷ് കഴിഞ്ഞു, ഇപ്പൊ ദിവ്യ ശ്രീധറിനെ എടുത്ത് റിയാക്ഷൻ വീഡിയോക്കാരെടുത്തിട്ട് അലക്കുകയാണെന്ന് പറയുന്നു. ആ രേഖ രതീഷിന്റെ സബ്ജക്ട് ചർച്ച ചെയ്ത ഒരേ ഒരു ചാനലുകാരാണ്. ആ ഒരു ചാനലുകാർക്കെതിരെ പറയാതെ രേഖ രതീഷ് ഫുൾ റിയാക്ഷൻ വീഡിയോക്കാർക്കെതിരെ പറഞ്ഞപ്പോഴാണ് ആ വിഷയം അത്രയും വലുതായതും ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടതും അല്ലെ. അതുപോലെ ഇപ്പൊ ദിവ്യ ശ്രീധർ പറയുന്നത് ഇപ്പൊ രേഖ രതീഷ് കഴിഞ്ഞു, രേണു കഴിഞ്ഞു, വീണ്ടും ദിവ്യ ശ്രീധറെ പിടിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ദിവ്യ ശ്രീധർ ഈ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ചപ്പോൾ ഈ ഓൺലൈൻ മീഡിയാസുകാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ പൂര തെറിയായിരുന്നു. അവരുടെ വീഡിയോസിന്റെ അടിയിൽ പൂര തെറികളായിരുന്നു മെസ്സേജസുകളായിട്ട് വന്നത്. ആ മെസ്സേജസ് കണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ കരഞ്ഞു, അല്ലാതെ ഭയങ്കര വിഷമായി പോയി എന്നൊക്കെ പറഞ്ഞ് തന്നെ ഈ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും കൂടെ ഒരുപാട് ചാനലിന്റെ ഫ്രണ്ടിൽ വന്നെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് റിയാക്ഷൻ വീഡിയോക്കാരായിരുന്നു. റിയാക്ഷൻ വീഡിയോയിൽ 90% ആൾക്കാരും ഈ ക്രിസ് വേണുഗോപാലിനെയും ദിവ്യ ശ്രീധരെയും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഒന്ന് വീഡിയോ ഇട്ടത്. തന്നെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ദിവ്യ എന്ന് പറയുന്നത് ആക്ട്രസ് ദിവ്യ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചു. അപ്പൊ അതിന്റെ മേക്കപ്പ് മാനും ആ സീരീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇത് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക, അതിന് താഴെ നിരവധി ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ദിവ്യ ശ്രീധറിന് ഒരു മറുപടി കൊടുത്തിട്ട് ഇത് എന്റെ ഒരു വെബ് സീരീസിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എന്ന് അവർക്ക് അപ്പൊ തന്നെ മറുപടി കൊടുത്ത് ഈ ഒരു ചർച്ച അവിടെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അവർ മനഃപൂർവ്വം അത് ചെയ്തില്ല. എന്താണ് കാരണം? ലാസ്റ്റ് പറയുന്നുണ്ട് അവരുടെ വെബ് സീരീസ് വരുന്നുണ്ട്, അതിലെ മേക്കപ്പ് മാന് ഒരു പ്രൊമോഷൻ അവർ കൊടുക്കുന്നുണ്ട്. കാര്യം മേക്കപ്പ് മാൻ അത്രയും അടികൊണ്ട പോലെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ മേക്കപ്പ് മാൻ ഒരു റിയാക്ഷൻ, ഒരു മേക്കപ്പ് മാൻ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നത്. അതിനോടൊപ്പം ലാസ്റ്റ് പറയുന്നുണ്ട് അവർ വെബ് സീരീസിൽ അഭിനയിച്ചു, അതിന്റെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ഭാഗം അവർ അതിന്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇട്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ ഈ വെബ് സീരീസിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇവർ ഈ ഇൻസ്റ്റയിൽ ഈ ഒരു വീഡിയോ ഇടുകയും അതിന് മറുപടി ഇടാതിരിക്കുകയും ചെയ്തത്. അപ്പൊ ആ ഒരു റീച്ച് അവരുദ്ദേശിച്ച ഒരു റീച്ച് അവർക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ രാജ് ടോക്സിനെതിരെ രാജ് ടോക്സിന്റെ ചാനൽ പൂട്ടിക്കും, അല്ലെങ്കിൽ രാജ് ടോക്സ് മുതലാളിയാണോ എന്നൊക്കെ പറഞ്ഞ് വളരെ അപഹാസ്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അപഹാസ്യമായ രീതിയിലൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നല്ലൊരു സ്റ്റാറ്റസ് ഉള്ള ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണ് ഇപ്പോൾ ദിവ്യ ശ്രീധർ. പണ്ടത്തെ പോലെ താഴെ രീതിയിലേക്കുള്ള ചിന്തിക്കേണ്ട സ്റ്റാറ്റസിൽ നിൽക്കുന്ന വ്യക്തിയല്ല. ഇപ്പൊ ഇത്രയും നല്ലൊരു ഹസ്ബൻഡ് അവർ തന്നെ പറയുന്നുണ്ട്, അവർ വീട്ടിൽ അവരെ ഹസ്ബൻഡ് അവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെ പല വീഡിയോയിലും പറയുന്നത്. അപ്പൊ ഇത്രയും നല്ല ഒരു ഹസ്ബൻഡ് ഉള്ള ഒരു വ്യക്തി തന്റെ ഒരു വെബ് സീരീസിന്റെ പിന്നെ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുക്കുമ്പോൾ അവർക്ക് ഇത് അറിയാമായിരുന്നു, എന്താ അറ്റ്ലീസ്റ്റ് അതിലൊരു മെൻഷൻ എങ്കിലും ചെയ്യാമായിരുന്നു, എന്റെ പുതിയ വർക്കെന്നോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും അതിൽ അവർക്ക് മെൻഷൻ ചെയ്യാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി. അത് മാത്രമല്ല, ഇപ്പൊ അവരങ്ങനെ ചെയ്തില്ല. അവരുടെ ഇതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം. ഇത്രയും ആളുകൾ ചർച്ച ചെയ്തു കമന്റ് ആയിട്ട് എന്താണ് വിഷയം എന്ന് തിരക്കിയപ്പോഴെങ്കിലും ഇത് ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് പറയാമായിരുന്നു. അപ്പോഴും മറുപടി ഒന്നും പറഞ്ഞില്ല. അതെടുത്തൊരാൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അവരുടെ ഫ്രണ്ട് കണ്ടിട്ട് മറുപടി പറഞ്ഞപ്പോഴാണ് ഈ രാജ് ടോക്സിനെതിരെ പറഞ്ഞിരിക്കുന്നത്. രാജ് ടോക്സിനെതിരെ ചാനൽ പൂട്ടിക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രാജ് ടോക്സ് തന്റെ വീഡിയോയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് അവര് അടിച്ചതല്ല, ഇവരിത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. കാര്യം ഇപ്പോ ഈ എന്താ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒക്കെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് വരികയാണ്. ഞങ്ങൾ സെപ്പറേറ്റഡ് ആകുന്നു, പിന്നെ ഒരുമിക്കുന്നു, വീണ്ടും സെപ്പറേറ്റഡ് ആകുന്നു. കാരണം അവർക്ക് അവരുടെ ചാനൽ ഒന്ന് റീച്ച് ആവണം, അല്ലെങ്കിൽ വ്യൂസ് ഒന്ന് കുറയുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, എന്തെങ്കിലും അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഡിവോഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോന്നുന്ന രീതിയിൽ, പക്ഷെ യഥാർത്ഥത്തിൽ അതായിരിക്കില്ല സംഭവിക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്യുകയും അത് അവർക്ക് വ്യൂസ്, ഹസ്ബൻഡിന് ചാനലുണ്ടാവും അല്ലെങ്കിൽ വൈഫിന് ചാനലുണ്ടാവും, രണ്ടുപേർക്കും സെപ്പറേറ്റഡ് ആയിട്ട് വ്യൂ
വ്യൂസും കാര്യങ്ങളും കിട്ടുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ വരുമ്പോൾ അവർ വീണ്ടും ഒന്നാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് പല ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വീഡിയോസിൽ നമ്മൾ റിയാക്ഷൻ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ റിയാക്ഷൻ വീഡിയോക്കാർ അതിനകത്ത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം റിയാക്ഷൻ വീഡിയോക്കാർക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് തന്നെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും വരുമ്പോൾ ചർച്ച ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് റിയാക്ഷൻ വീഡിയോക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഒരു ഫോണും എടുത്തു വെച്ച് അടിച്ചിട്ട മുറിയിലിരുന്ന് മറ്റേ ആൾക്കാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഇങ്ങനൊരു കണ്ടന്റ് ഇല്ലാതെ സ്വയം അവർക്ക് ചർച്ച ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ മനഃപൂർവ്വം റിയാക്ഷൻ വീഡിയോ വഴി ചർച്ച ചെയ്യാൻ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം എന്താണ്? ഇങ്ങനെ ചർച്ച ചെയ്താൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന റീച്ച് കിട്ടുള്ളൂ. പിന്നെ റിയാക്ഷൻ വീഡിയോക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എങ്കിലും ഇവിടെ പറയാതിരിക്കാൻ വയ്യ, ക്രിസ് വേണുഗോപാലിന്റെ ഭാര്യയായിരിക്കുന്ന ഈ ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു ചീപ്പ് രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടത് വളരെ മോശമായി പോയി. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിന് തൊട്ടും ചേർന്നാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരു നിമിഷം ആൾക്കാർ അദ്ദേഹത്തെ ഒരുപാട് വിമർശിക്കുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണോ എന്ന് കരുതി ഇങ്ങനെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചെന്നുള്ളത് നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എന്നാൽ ദിവ്യ ശ്രീധർ അഭിനയിക്കുന്ന വെബ് സീരീസിന്റെ പ്രൊമോഷനും അതിന്റെ മേക്കപ്പ് മാന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് ദിവ്യ ചെയ്ത ഒരു പണിയാണിത്. അതിന് ആൾക്കാർ ചർച്ച ചെയ്തു. അതാണ് വിഷയം.